എന്താണെന്നറിയാൻ വേണ്ടി ലേഡി ക്യാപ്റ്റൻ ആ ഗ്യാരേജിലേക്ക് വരും. അപ്പോൾ അവിടെ അരൻസ്കിയാണ് ഉണ്ടാവുക. അരൻസ്കി ആയിരുന്നു ജൂലിയെ വെച്ച് ലേഡി ക്യാപ്റ്റനെ വിളിച്ചത്. നിനക്ക് എന്താടാ വേണ്ടതെന്ന് ലേഡി ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ അരൻസ്കി പറയാണ്, കമാൻഡർ റെസ്സിനെതിരായ എല്ലാ വിവരങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ വലിയൊരു സാക്ഷിയാണ്. അവനെതിരെ ഞാൻ സാക്ഷ്യം പറയാം. ചെയ്ത കുറ്റങ്ങൾ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യാം. പകരമായി എനിക്ക് എന്റെ ഫ്രീഡം തിരിച്ചു കിട്ടണം. എന്നെ ജയിലിൽ ഇടാൻ പാടില്ല. ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ജീവിച്ചോളാം. ഇനിയും എനിക്ക് ഓടാൻ വയ്യ. ഇത് കേട്ട ക്യാപ്റ്റൻ ലേഡി പറയും, ഇതേപോലെ മാർക്കോയെ ഞങ്ങൾ വിശ്വസിച്ചതാ. അവൻ പക്ഷെ ചതിച്ചു. നീ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അതിന് അരൻസ്കി പറയും, ഇത്തവണ വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എനിക്ക് എന്റെ മകനെ കണ്ടാൽ മാത്രം മതി. എന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊന്നോന്നും പറഞ്ഞ് അവൻ തന്റെ കയ്യിലെ തോക്ക് ക്യാപ്റ്റന്റെ കയ്യിലേക്ക് കൊടുക്കും. സോ അരൻസ്കിയെ വിശ്വസിക്കാം എന്ന തീരുമാനത്തിലാവും ക്യാപ്റ്റൻ. അത് കഴിഞ്ഞ് അവർ ജൂലിയയെ റിലീസ് ചെയ്യുന്നു. ജൂലിയ അരൻസ്കിയുടെ കയ്യിലുണ്ടായിരുന്ന ചെറാസിന്റെ ലോക്കറ്റ് തട്ടിപ്പറിക്കും. കൊന്നവന്റെ കയ്യിൽ ഇതുണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞു. എന്നിട്ട് അരൻസ്കിയെ അതേ ഗ്യാരേജിൽ തന്നെ ഇവള് പൂട്ടിയിടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ലേഡി പറയും, അരൻസ്കി ഇപ്പൊ നമ്മുടെ കയ്യിലായിരിക്കുമെന്ന് കമാൻഡർക്ക് ഉറപ്പായിട്ടും അറിയാം. അയാൾ എത്രയും പെട്ടെന്ന് ആൾക്കാരുമായി ഇവനെ കൊല്ലാൻ വേണ്ടി വരും. അതിനു മുന്നേ ഇവന് സ്ഥലം മാറ്റണം. അത് കേട്ട് അരൻസ്കി പറയും, ഞാൻ തൊട്ടടുത്ത ജർമ്മനിയിലേക്ക് പോയിക്കോളാം. അവിടെയാവുമ്പോൾ കമാൻഡർക്ക് ഒരു അധികാരവുമില്ല. ജർമ്മൻകാരെന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. ഈ കമാൻഡർക്കെതിരായിട്ട് ജർമ്മനിയിലും ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് അവരെന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞാലും മതി. അവർ തന്നെ കമാൻഡറെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങും. നമ്മുടെ ഗവൺമെന്റുമായിട്ട് സംസാരിക്കും. ഇത് കേട്ട ജൂലിയ പറയും, പക്ഷെ ഇവനെ ജർമ്മനിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാ? ഇവിടുന്ന് 30 കിലോമീറ്റർ അകലെയാണ് ജർമ്മനി. അത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും അവർ കണ്ടുപിടിക്കും. ഇത് കേട്ട ക്യാപ്റ്റൻ ലേഡി പറയാണ്, നീ ജർമ്മൻ ബോർഡറിലേക്ക് ഇവനെ കൊണ്ടുപോകണമെന്നില്ല. അടുത്തുള്ള എയർഫീൽഡിലേക്ക് കൊണ്ടുപോയാൽ മതി. അതാവുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. ഞാൻ ജർമ്മൻകാരെ ആ എയർഫീൽഡിലേക്ക് വരാൻ പറയാം. വിമാനം എടുത്തിട്ട് നീ അവിടേക്ക് അരൻസ്കിയെ കൊണ്ടെത്തിച്ചാൽ മാത്രം മതി. അവരവനുമായിട്ട് പറന്നോളും. പിന്നെ കുഴപ്പമില്ലല്ലോ. ജൂലിയ ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അരൻസ്കി അത് മാത്രമല്ല കുഴപ്പം, ലിനോ ഇതിനിടയിൽ എന്തായാലും കയറി വരും. അവൻ എന്നോട് ദേഷ്യമുണ്ട്. അത് കേട്ട ജൂലിയ പറയാണ്, ലിനോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ ഇതൊന്നും അറിയാതെ അവനെ സ്ഥലം മാറ്റിയാ പോരെ, ഞാനത് ചെയ്തോളാന്നും പറഞ്ഞ് ജൂലിയ അവിടെ നിന്ന് പുറപ്പെടും. അവള് നേരെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്ന ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇനിയും ഈ നാട്ടിൽ നിന്നാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ജർമ്മനിയിലേക്ക് പോയിക്കോ. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ഈ കേസുകൾ നീ ഫേസ് ചെയ്യണം. ഇപ്പൊ തന്നെ പുറപ്പെട്ടോന്നും പറഞ്ഞ് ഹീറോനെയും കാറി കയറ്റി അവൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് ഹീറോ ചോദിക്കുക, അരൻസ്കിയെ നിങ്ങൾ എങ്ങോട്ടാണ് മാറ്റാൻ പോണേന്ന്. ജൂലിയ ഞെട്ടിപ്പോവും. ഹീറോ അരൻസ്കി എടുത്തിട്ട് പോയ ആ കീ ചെയിൻ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് ഇവർ അരൻസ്കിയെ പിടിച്ചു എന്നുള്ളത്. എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കുമ്പോൾ ജൂലിയ വേറെ വഴിയില്ലാതെ പറയും, ഞങ്ങൾ അവനെ ജർമ്മനിയിലേക്ക് മാറ്റാൻ പോവാണെന്ന്. അവന്റെ സാക്ഷ്യം കമാൻഡർക്കെതിരെയുള്ള ഒരു എവിഡൻസ് ആകും. കമാൻഡറെ പിടിച്ചാൽ അതായിരിക്കും ചെറാസിന് കിട്ടുന്ന നീതി. ഇത് കേട്ട ഹീറോ പറയാണ്, കമാൻഡർ ആൾക്കാര് റോഡ് മുഴുവൻ ചെക്ക് പോയിന്റ് ആയിട്ട് നിൽക്കും. പിന്നെ എങ്ങനെ നീ പാസ് ചെയ്തു പോകും? അതിന് ജൂലിയ പറയും, ഈ കാര്യത്തിലെങ്കിലും ദയവേത് നീ ഇടപെടണ്ട, പൊയ്ക്കോ. അതാണ് നല്ലത്. ബാക്കിയുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. അതിന് ഹീറോ, ഞാൻ ഒരിക്കലും ഇതിൽ ഇടപെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നിനക്കിനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്. അത്ര മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ പോയേക്കാന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പുറപ്പെടുക. എന്നാൽ ഹീറോയുടെ സഹായമില്ലെങ്കിൽ ഈ മിഷൻ സക്സസ് ആകുമോ എന്ന ഭയമുണ്ട് ജൂലിയയ്ക്ക്. അതുകൊണ്ട് പോയ മനുഷ്യനെ ജൂലിയ വിളിച്ചിട്ട്, ഈ കേസിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പിന്നെ എന്റെ സഹായം ചോദിക്കരുത്. അങ്ങനെയാണെങ്കിൽ നീയും കൂടെ കൂടിക്കോ എന്ന് പറയും. ഹീറോ ചിരിച്ചുകൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറുകയാണ്. എന്നാൽ പോകാമെന്നും പറഞ്ഞ് അവരോടൊന്ന് പുറപ്പെടും. നേരെ പോലീസുകാരുടെ പുതിയ ഗ്യാരേജിലേക്കാണ് ജൂലിയ ഹീറോയെ കൊണ്ടുപോകുന്നു. അവിടെ ജൂലിയയ്ക്ക് വേണ്ടി ഒരു അടിപൊളി ബെന്റ്ലി കാർ കിടപ്പുണ്ട്. കാണാൻ ജി-വാഗനെ പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കാർ കുറവാ, ഒരെണ്ണം വാങ്ങിക്കണം. അടുത്തത് ഹീറോയ്ക്ക് എന്തുണ്ടെന്ന് ചോദിക്കുമ്പം, നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചൊരു ട്രക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ മെക്കാനിക്ക് പെൺകുട്ടി ഹീറോയ്ക്ക് ഒരു യമണ്ടൻ ട്രക്ക് കൊടുക്കുക. അതിലെന്തൊക്കെയോ പുതിയ തരം വിദ്യകളൊക്കെ ഉണ്ട്. കുറെ മിസൈലൊക്കെ പിടിപ്പിച്ച പിള്ളേരെ പോലത്തെ വണ്ടി മാത്രം മതിയെന്ന് ചോദിക്കുമ്പോൾ വണ്ടി മാത്രം തികയില്ല, കൂടെ കുറെ പൊട്ടാസും വേണമെന്ന് പറയും ഹീറോ. വരാൻ പോകുന്നത് വലിയൊരു ദീപാവലിയാ. അങ്ങനെ ആ മെക്കാനിക്ക് പെൺകുട്ടി കുറെ വെടിപ്പടക്കങ്ങളും ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ജൂലിയാന അവളെ കാറും കൊണ്ട് ക്യാപ്റ്റനും അരൻസ്കിയും ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. നാളെ കാലത്ത് അരൻസ്കീനെ കൊണ്ട് എയർഫീൽഡിലേക്ക് രഹസ്യമായി ഇവള് പോകണം. ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലേഡി ക്യാപ്റ്റൻ പറയും. എന്നാൽ ഈ ലേഡി ക്യാപ്റ്റൻ നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും ചതിക്കുന്ന ടൈപ്പ് ലേഡിയാണത്. ജൂലിയാനയെ കണ്ടു കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ലേഡി നേരെ കാണാൻ പോകുന്നത് മെയിൻ വില്ലൻ കമാൻഡറെയാണ്. സംഭവം അരൻസ്കിയെ ജർമ്മൻകാർക്ക് കൊടുക്കാൻ ലേഡി ക്യാപ്റ്റൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ കുടുങ്ങുന്നത് കമാൻഡറാണല്ലോ. അങ്ങനെ കുടുങ്ങാതിരിക്കണമെങ്കിൽ ലേഡി ക്യാപ്റ്റന്റെ എല്ലാ പദവിയും പഴയതുപോലെ തന്നെ നിലനിൽക്കണം. പോരാത്തതിന് അവൾക്ക് കൗൺസിലും സീറ്റ് വേണമെന്ന് പറയും. ആ ഡീലിന് കമാൻഡർ സമ്മതിക്കുകയാണെങ്കിൽ
ജൂലിയാന പോകുന്ന വഴി പറഞ്ഞു കൊടുക്കാന്ന് പറയും. ഇനി വില്ലൻ അതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അരൻസ്കിയെ ജർമ്മൻകാർ കൊണ്ടുപോകും, കമാൻഡർ കുടുങ്ങും ചെയ്യും, ലേഡി ക്യാപ്റ്റന് പഴയ പദവി തിരിച്ചു കിട്ടുകയും ചെയ്യും. സോ രണ്ടും നടന്നാലും ക്യാപ്റ്റൻ ലേഡിക്ക് വിൻ ആണ്. കാണിച്ചു കൊടുത്താൽ പദവി കൂടുതൽ കിട്ടുമെന്നേ ഉള്ളൂ. സമ്മതമാണോന്ന് ലേഡി ക്യാപ്റ്റൻ ചോദിക്കുക. സോ കമാൻഡർക്ക് വേറെ വഴിയില്ലാതെ സമ്മതമാണ്, നാളെ തന്നെ നിനക്ക് ജോയിനിങ് ഓർഡർ ഞാൻ തരും, അത് കഴിഞ്ഞിട്ട് ജൂലിയാന എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ക്യാപ്റ്റൻ ലേഡി ഡീൽ ഉറപ്പിച്ചിട്ട് പോവാണ്. അത് കഴിയുമ്പോൾ വില്ലൻ അവന്റെ ടീമിലെ എല്ലാ മെയിൻ ഗുണ്ടകളെയും വിളിച്ചു വരുത്താൻ പറയും. നാളെ ഒരു യുദ്ധമുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ഹീറോ ഇവിടെ ഗ്യാരേജിൽ യുദ്ധത്തിന് തയ്യാറായി വലിയ വലിയ മെഷീൻ സെറ്റപ്പ് ഒക്കെ കാറിൽ ഘടിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. വണ്ടി കാണുമ്പോൾ മാഡ് മാക്സ് പോലെയുണ്ട്. ഈ സമയത്ത് വില്ലന്മാർ അവരുടെ ടീമിലൊരു 10-30 ആൾക്കാർ തോക്കും ഉണ്ടയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. വില്ലനും ഇതിൽ നേരിട്ട് പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വിൻഡ്മോറൻ നിങ്ങൾക്കത് അത്ര സേഫ് ആയിരിക്കില്ല സാർ, നിങ്ങൾ മാറി നിന്നാൽ മതി എന്ന് പറയും. പക്ഷെ വില്ലൻ സമ്മതിക്കില്ല. ഒരു നേതാവ് മുന്നിൽ നിൽക്കുമ്പോഴാണ് തന്റെ പടയ്ക്ക് ബലമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ മുന്നേ നിൽക്കാം, എനിക്ക് രക്ഷ നൽകാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കേട്ട് വിൻഡ്മോറൻ അഭിമാനത്തോടെ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ ഹെലികോപ്റ്ററും വലിയ ട്രക്കും കുറെ കാറുകളുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഈ സമയത്ത് ആ വിൻഡ്മോറൻ കയറിയിരിക്കുന്ന കാറ് മാത്രം പുറപ്പെട്ടിട്ടില്ല. എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തുപറ്റി ബ്രദേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ മുന്നേ ഇരിക്കുന്ന ഡ്രൈവർമാർ പറയും, സാർ കമാൻഡർ നിങ്ങൾ ഇതുവരെ ചെയ്ത സർവീസിന് നന്ദി പറയാൻ പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ പൊടുന്നനെ തിരിഞ്ഞ് വിൻഡ്മോറനെ ഷൂട്ട് ചെയ്യാൻ പോവാ. 2 വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കാം. എന്താ സംഭവിച്ചെന്നറിയില്ല. ആരാരെയാണോ കൊന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ സമയത്ത് ഇവിടെ ജൂലിയ അരൻസ്കിയുമായി പുറപ്പെട്ടു. അവള് പുറപ്പെട്ട കാര്യം ക്യാപ്റ്റനെ വിളിച്ചു പറയും. ഈ നേരം ക്യാപ്റ്റന്റെ അടുത്തേക്ക് മെയിൻ വില്ലന്റെ അഡ്വൈസർ വന്നിട്ടുണ്ട്. അവരെ പുതിയ പോസ്റ്റിന്റെ ഓർഡറുമായിട്ട്. അത് കണ്ട് ബോധിച്ച് സൈൻ ചെയ്തതിനു ശേഷം ഇവര് വില്ലനെ വിളിച്ച് ജൂലിയ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കും. ഈ സമയത്ത് ജൂലിയ അവരെ കൺട്രി ചെക്ക് പോയിന്റ് പാസ് ചെയ്ത് പോവാണ്. അവള് പോലീസ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാർ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. സോ അരൻസ്കിയുമായി അവൾ ആ ചെക്ക് പോയിന്റ് താണ്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു കാടിനകത്തേക്കാണ് ഇവള് വണ്ടി ഓടിച്ചു പോവുക. അവിടെ വെച്ച് ഡിക്കിയിൽ ഒളിച്ചു വെച്ചിരുന്ന അരൻസ്കിയെ ഇവള് പുറത്തെടുത്ത് കാറിന് മുന്നിലിരിക്കാൻ പറയും. എന്നിട്ട് ഇവർ എയർഫീൽഡിലേക്കാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ആ നേരം എയർഫീൽഡിലേക്ക് ഈ ജർമ്മൻകാര് പോലീസുകാർ എത്തിക്കഴിഞ്ഞു. അവര് വിമാനമായിട്ട് ഇവരെ കാത്തിരിക്കുക. ഇവിടെ നമ്മുടെ ചെക്കനും പെണ്ണും വണ്ടി ഓടിച്ചു പോകുമ്പോൾ അരൻസ്കിക്ക് ഒരു ഡൗട്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ. ജൂലിയ പറയും, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. പെട്ടെന്നാണ് ഈ വില്ലന്റെ ഹെലികോപ്റ്റർ ഇവരെ തൊട്ടടുത്തൂടെ പറന്നു പോവാ. അടുത്ത നിമിഷം ഒരു ജംഗ്ഷനിൽ വെച്ച് വലിയൊരു ട്രക്കും 3 കാറുകളും കൂടെ ഇവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ചുറ്റിലും വണ്ടികളായി. ഇനി ഇവർക്ക് രക്ഷയില്ല. ഹെലികോപ്റ്ററിൽ നിന്നാണെങ്കിൽ ഒരു ഷൂട്ടർ തുരുതുരാ ഇവരെ വെടിവെച്ചു തുടങ്ങും. ജൂലിയ കാറിനകത്തുകൂടെ ഓടിച്ചു പോവാണ് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ അവർക്ക് രക്ഷയില്ല. അരൻസ്കി ചോദിക്കും, നീ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന്. നമ്മൾ അവരുടെ പിടിയിലായി. അപ്പോഴായിരിക്കും ജൂലിയ, ലിനോ നീ പൊസിഷനിലുണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ ലിനോ, യെസ് ജൂലിയ, ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയും. അരൻസ്കി ഷോക്ക് ആവുകയാണ്. ലിനോ പുറകെയുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. ഈ സമയത്ത് ലിനോ പോലീസുകാരുടെ കാർ ചെക്കിങ്ങിനടുത്തോട്ട് വരിക. അവന്റെ വണ്ടിയുമായി ഒരു പ്രേത വണ്ടിയെ പോലെയാണ് അവൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. പോലീസുകാരെല്ലാം ആ വണ്ടി കണ്ട് പേടിച്ച് നിൽക്കുക. ഇങ്ങനൊരു സാധനം എവിടുന്ന് വന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഹീറോ വണ്ടി മുറുക്കനെ മുറുക്കിയിട്ട് ഒരൊറ്റ വരവാ. അവന്റെ വരവ് കണ്ട് കൂടിയുന്ന പോലീസുകാരെല്ലാം പേടിച്ച് നാനാഭാഗത്ത് ഓടാൻ തുടങ്ങും. ഹീറോ ആ ട്രക്ക് കൊണ്ട് ചെക്കായിട്ട് നിർത്തിയിരിക്കുന്ന പോലീസുകാരുടെ കാറെല്ലാം ഇടിച്ച് പൊളിച്ച് കത്തിച്ചിട്ട് മുന്നോട്ട് ഓടിച്ചു പോവാണ്. തവിട് പൊടിയായി വണ്ടികളെല്ലാം. സിംഗം ഗർജിക്കും സിംഗം. ഈ സമയത്ത് പാവം പെണ്ണും ചെറുക്കനും ഹെലികോപ്റ്ററിന്റെ വെടിയുമേറ്റ് ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഒരു മഞ്ഞ കാറ് നമ്മളെ നോക്കി വരുന്നു. അത് ആപത്താണെന്ന് ഹെലികോപ്റ്ററുകാരെ ആരോ വിളിച്ചു പറയാ. ഉടനെ ഹെലികോപ്റ്റർ ഹീറോയെ പിടിക്കാൻ വേണ്ടി പോകും. ആദ്യമേ അവന്റെ നേർക്ക് വന്ന് ട്രക്കിന്റെ മുൻഭാഗത്ത് വെടിവെച്ചിട്ടാണ് ഹെലികോപ്റ്റർ പുറകിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് മലർന്നു പറന്ന് വീണ്ടും തിരിച്ച് ഹീറോയുടെ ട്രക്കിന് പുറകെ വരുന്നു. അപ്പോഴായിരിക്കും ഹീറോ അവന്റെ സുദർശന ചക്രം ഓണാക്കുന്നു. ഈ ട്രക്കിന് പുറകിലുള്ള ആ മിസൈൽ കുഴലെല്ലാം നാനാഭാഗത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക. എന്താ സംഭവിക്കാൻ പോണേന്ന് ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന അന്തേവാസികളുടെ മുന്നിലേക്ക് ഹീറോ ബാണം വിട്ടു തുടങ്ങും. മൊത്തം ദീപാവലി പൂത്തിരി പടക്കം. വലിയ തോക്ക് വെച്ച് വെടിവെക്കുമെന്ന് വിചാരിച്ചാൽ ഇവൻ ആകാശപ്പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിലും കാര്യമുണ്ട്. ഈ പടക്കം പൊട്ടുന്നോണ്ട് ഹെലികോപ്റ്ററുകാരന് കണ്ണും കാണില്ല, മൂക്കും കേൾക്കില്ല. മൊത്തം പൂത്തിരി ബാണം. ദൂരെ നിന്ന് നോക്കിയാൽ അവിടെ എന്തോ പൂരാണെന്ന് മനസ്സിലാവുള്ളൂ. ജൂലിയ എതിരെ വരുന്നുണ്ട്. ദീപാവലി പടക്കം കാണുമ്പോൾ അവള് പറയും, ലിനോ നമുക്ക് എതിരെ വരുന്നുണ്ടെന്ന്. അപ്പൊ ലിനോ ജൂലിയെ വിളിച്ച് നിന്റെ കാർ വലതുവശത്ത് കൂടെ ഓടിച്ചു വരാൻ പറയും. അവളെ പുറകെ വലിയൊരു ട്രക്ക് വരുന്നുണ്ട്. ഹീറോ നിർത്താതെ പടക്കം പൊട്ടിച്ച് ഒരു പടക്കം നമ്മുടെ ഹെലികോപ്റ്ററിനകത്ത് പോയിട്ടാണ് പൊട്ടുക. അതുകൊണ്ട് അവരുടെ കൺട്രോൾ പോവും. ഈ നേരത്ത് ജൂലിയ കാറ് വലതുഭാഗത്തേക്ക് തിരിക്കുന്നു. ഹീറോയുടെ പുറകെ വരുന്ന ഹെലികോപ്റ്റർ നിയന്ത്രണം കിട്ടാതെ
ജൂലിയയെ ഫോളോ ചെയ്ത് വന്ന് ട്രക്കിലേക്ക് ഇടിക്കും. അങ്ങനെ രണ്ടും കൂടെ ഇടിച്ച് വലിയൊരു മർദ്ദനം സംഭവിക്കുക. പൊട്ടി പാളീസായി. ആ ഹെലികോപ്റ്റർ കണ്ടപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നിരുന്നു. ഇപ്പൊ പെട്ടിയോട്ട ചളിങ്ങിയതുപോലെ അത് ചളിങ്ങി കിടപ്പുണ്ട് റോട്ടിൽ. ഹീറോ ആ ബാക്കിയുള്ള പീസിനെയും ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഇനിയും ഫോളോ ചെയ്തു വരുന്ന 2 കാറുകളില്ലേ അതിനെ പിടിക്കാൻ വേണ്ടി പോകും. ഈ കാറുകളെ ഓവർടേക്ക് ചെയ്തു പോയ ഹീറോ അവരുടെ പുറകിലേക്ക് വെടിയും പുകയും ഇട്ട് കൊടുക്കുകയാണ്. ഇതങ്ങനെ കുറെ നേരം ഇട്ടിട്ട് കൊടുത്തപ്പോൾ 2 കാറുകളും തമ്മിൽ പരസ്പരം ഇടിച്ച് റോഡിലൂടെ മറിഞ്ഞ് പൊട്ടി ചളിങ്ങി ചെതറും. അങ്ങനെ ഉണ്ടായിരുന്ന കുറെ വില്ലന്മാരൊക്കെ ഗതാഗുവ. പക്ഷെ ഈ ട്രക്ക് അതിനിയും നശിച്ചു പോയില്ലേ. വില്ലന്മാരെ ഒരു ട്രക്കും കൂടെ ബാക്കിയുണ്ട്. അത് ജൂലിയയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഹീറോ വേഗത്തിൽ ഓടിച്ചു പോയി ഈ ട്രക്കിന് മുന്നേ ചെന്ന് നിർത്തിയിട്ട് അവന്റെ വണ്ടിയിൽ ഒരു ലിവർ താഴത്തേക്കിടും. പെട്ടെന്ന് അടുത്തെത്തിയ ട്രക്കിന് ബ്രേക്ക് ചവിട്ടാൻ പറ്റാതെ ഈ ലിവറിലിടിച്ച് ആ ട്രക്ക് കമിഴ്ന്നടിച്ച് വീഴുക. പാവം, അതും ചളിങ്ങിപ്പോയി. തോരെ വണ്ടികളാണ് അവർ നശിപ്പിച്ചതല്ലേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പെട്രോൾ ഒഴിച്ച് കത്തിക്കല്ല, നശിച്ചു പോട്ടെ, എല്ലാം പോട്ടെ. ഇതെല്ലാം കണ്ട് അരൻസ്കി ചിരിക്കുക. ലിനോ ഒരു പ്രാന്തനാണെന്ന് അവൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹീറോ തന്നെ ജൂലിയനെ എസ്കോർട്ട് ചെയ്ത് എയർഫീൽഡിലേക്ക് കൊണ്ടുപോകും. അവിടെ ആ ജർമ്മൻകാരുടെ വിമാനം വന്ന് കിടപ്പുണ്ട്. നേരത്തെ തന്നെ വന്ന് കിടപ്പുണ്ട്. അതിനകത്ത അവസ്ഥ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ ആയിരിക്കും ആദ്യം ചെന്ന് നോക്കുന്നത്. പോയി നോക്കുമ്പോണ്ട് ജർമ്മനിയിൽ നിന്ന് വന്ന പോലീസുകാരെല്ലാം ആരോ കൊന്നിട്ടിരിക്കുക. പെട്ടെന്നൊരു ചവിട്ടുകൊണ്ട് ഹീറോ നിലത്തേക്ക് തെറിച്ച് വീഴും. ഫ്ലൈറ്റിനകത്തു നിന്നും നമ്മുടെ മെയിൻ വില്ലൻ പുറത്തേക്ക് വരികയാണ്. സോ അയാൾ നേരത്തെ വന്ന് എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറേയധികം ഗൺമാന്മാരും അവന്റെ കൂടെയുണ്ട്. അവര് ജൂലിയാനയോട് അരൻസ്കിയെ അവളെ കാറിൽ നിന്ന് പുറത്തിറക്കാൻ പറയും. ഈ കാറ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിലും അവൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. അതുകൊണ്ടാണ് പുറത്തിറക്കാൻ പറയുന്നത്. ഹീറോയെ തടവിൽ വെച്ച് അവനെ കൊന്നു കളയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ജൂലിയാനയോട് അരൻസ്കിയെ പുറത്തിറക്കാൻ പറയും. സോ അവള് ഡോറ് തുറന്നു കൊടുക്കുന്നു. വില്ലന്മാര് അരൻസ്കിയെ പിടിക്കുന്നു. അത് കഴിയുമ്പോൾ വില്ലൻ ആർക്കോ ഫോൺ ചെയ്ത് ജൂലിയാനയോട് സംസാരിക്കാൻ പറയും. അവസാന നിമിഷമെങ്കിലും ഇതാര് കാരണമാണെന്ന് നീ മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുക. ജൂലിയ സംസാരിക്കുമ്പോൾ അത് അവളുടെ ക്യാപ്റ്റൻ ലേഡി ആയിരിക്കും. ക്യാപ്റ്റൻ ലേഡി പറയും, അരൻസ്കിയെ വിട്ടുകൊടുത്തേക്ക് ജൂലിയാന, നമുക്കിപ്പോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേട്ട ജൂലിയ, നീയപ്പ ചതിക്കായിരുന്നല്ലടി എന്ന് പറയുമ്പോഴേക്കും വില്ലൻ ജൂലിയയെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വില്ലൻ അവന്റെ ആൾക്കാരോട് പറയാണ്, ഇവിടെയുള്ള എല്ലാവരെയും കൊന്ന് ആ കേസ് അരൻസ്കിയുടെ തലയിൽ കെട്ടിവെക്കാം. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ച് എല്ലാവരെയും കൊന്നാണെന്ന് പറഞ്ഞ് അവനെ നമുക്ക് അറസ്റ്റ് ചെയ്യാന്ന് പറയും. എന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ അറിയിക്കുക, ഞാൻ ഇവിടുന്ന് പോവാന്നും പറഞ്ഞ് വില്ലൻ എല്ലാം അവിടെ നിന്ന് ഇറങ്ങാണ്. അയാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പുതിയൊരു കാറ് വന്ന് അവിടെ നിൽപ്പുണ്ടാവും. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കാറിനകത്തു നിന്നും ഇറങ്ങുന്നത് വില്ലന്റെ ഡ്രൈവർ ആയിരിക്കില്ല. അയാളുടെ ഏറ്റവും വിശ്വസ്തനായ, അയാളെ കൊല്ലാൻ കൊടുത്ത നമ്മുടെ വിണ്ടുമോറൻ ഒന്നും മിണ്ടില്ല, തോക്കെടുത്ത് ഒറ്റ വെടിയാ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. സ്പോട്ടിൽ തന്നെ വില്ലൻ ഔട്ട്. ഇത് കണ്ട ഹീറോയും അരൻസ്കിയും ചുറ്റുള്ള ഗുണ്ട പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ നേരം ഗുണ്ട പോലീസുകാർ നമ്മുടെ വിണ്ടുമോറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അയാൾ സ്നൈപ്പർ എടുത്ത് പിടപിടയെന്നും പറഞ്ഞ് ഉറുമ്പിനെ കൊല്ലുന്ന മാതിരി എല്ലാ പോലീസിനെയും കൊന്ന് ഇവരോടൊന്നും മിണ്ടാതെ കാറും എടുത്ത് ഒരൊറ്റ പോക്ക. ഇവന്മാരോടൊക്കെ എന്തിന് സംസാരിക്കണം. ഇപ്പൊ എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു. മുഹബത്ത് വകയാ. ഹീറോയും ജൂലിയയും പേടിച്ച് കിടക്കുക. എങ്ങനെ നമ്മളെ കൊന്നാലോ എന്ന് വിചാരിച്ച് അയാൾ വണ്ടി എടുത്തു പോയി. ഈ കിട്ടിയ ഗ്യാപ്പിന് അരൻസ്കി ജൂലിയയുടെ കാറും എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ജൂലിയയ്ക്കൊരു വെടി കൊണ്ടതല്ലേ, ഞാൻ നിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ജൂലിയ, ഞാൻ വെസ്റ്റ് ധരിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. അരൻസ്കിയെ ഇപ്പോൾ വിട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നീ ചെന്ന് അവനെ പിടിക്കി, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാന്നും പറഞ്ഞ് ജൂലിയ ഹീറോയ്ക്ക് ഒരു കിസ് കൊടുക്കും. പോയി പിടിക്ക് കുട്ടാ, പോടാ. ആ എനർജി കിട്ടിയ ഉടനെ ഹീറോ അവന്റെ ട്രക്ക് എടുത്ത് പുറപ്പെടുക. ഒരു സാത്താൻ വാഹനം വരുന്നത് പോലെയാണ് അവന്റെ വണ്ടി അങ്ങനെ ചീറിപ്പായുന്നത്. ടൗണിൽ കൂടെയൊക്കെ ഒരു വമ്പൻ ചേസിങ്ങിന്റെ അവസാനം അരൻസ്കിയുടെ കാറിനെ ചേർത്ത് ഇടിച്ചു കൊണ്ടുപോയി ഒരു ചരുവിന്റെ മണ്ടേന്ന് താഴത്തേക്ക് ഹീറോ തള്ളിയിടണം അവന്റെ കാർ. ഈ കാറിന് ഏതാണ്ട് 3 കോടി രൂപ വില വരുന്നുണ്ട്. അതങ്ങനെ പൊട്ടിച്ചെളിങ്ങി നിലത്തേക്ക് വീഴും. ആ സമയത്ത് ഇവിടെ ലേഡി ക്യാപ്റ്റൻ അവര് പുതിയ പൊസിഷൻ കിട്ടിയ സന്തോഷത്തിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോഴാണ് പോലീസുകാരൊക്കെ എന്തോ അപകടം സംഭവിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പോലീസ് ലേഡി പറയും, ക്യാപ്റ്റൻ, നാർക്കോട്ടിക്സ് കമാൻഡറെ ആരോ കൊല ചെയ്തു. അരൻസ്കിയെ ഹീറോ പിടിച്ചു എന്നാണ് കേട്ടത്. ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടത്രേ. അതുകൊണ്ടാണ് എല്ലാവരും ഓടണേന്ന് പറയും. ഇത് കേട്ട ക്യാപ്റ്റൻ ലേഡി ഓടി പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ജൂലിയാന അവള് കാറുമായിട്ട് തിരികെ വന്നിട്ടുണ്ട്. മൂരിപ്പട്ടി കുരയ്ക്കുന്നത് പോലെയാണ് അവളെ നോക്കുന്നത്. ഇപ്പം നിന്നെ കടിച്ച് തിന്നോടി ഞാൻ. ആ സമയത്തായിരിക്കും ഹീറോ അരൻസ്കിയുടെ വണ്ടി അവനെയും ചേർത്ത് വലിച്ചെടുത്തുകൊണ്ട് വരുന്നു. ആ ചളിങ്ങിപ്പോയ വണ്ടിയെ റോഡിലിട്ട് ഒരസ്സിയെടുത്ത് കൊണ്ടുവരികയായിരുന്നു. സ്റ്റേഷനിലേക്ക് എത്തിയ ഉടനെ പോലീസുകാർ അരൻസ്കിയെ വിലങ്ങ് വെച്ച് പിടിക്കും. ഈ അവസ്ഥകളെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മുടെ അഡ്വൈസറല്ലേ, ഇനി അവിടെ നിന്നാൽ എന്റെ ട്രൗസർ ഊരുന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോവാ. അപ്പോഴായിരിക്കും ക്യാപ്റ്റൻ ലേഡി ജൂലിയയുടെ അടുത്ത് വന്നിട്ട്, എനിക്കറിയായിരുന്നു നീ തിരിച്ചു വരുമെന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയും. പറഞ്ഞ് തീരുമ്പോഴേക്കും അവളെ മൂക്കിന് മണ്ടയും കൊണ്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട് ഹീറോയിൻ.
ജയിലിൽ പോകാൻ റെഡി ആയിക്കൂടി ബിച്ച് എന്ന് പറയും. മൂക്കിന്ന് കുറെ രക്തം ഒലിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ അഡ്വൈസറല്ലേ കമാൻഡർ എന്തായാലും കൊല്ലപ്പെട്ടു. ഇനി ബാക്കിയുള്ള പണവുമായിട്ട് നമ്മൾ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് വന്നുള്ള പണമെല്ലാം കോരിയെടുത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പോഴായിരിക്കും നമ്മളെ വിണ്ട് ക്യാപ്റ്റൻ കുയ് ഇവിടെ നോക്കടാ എന്നും പറഞ്ഞവന്റെ മണ്ടയ്ക്ക് നെറ്റിയിൽ തോക്കും കൊണ്ടൊരു പൊട്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ അഡ്വൈസറേയും കൊന്ന് ബാക്കിയുള്ള പണവുമായി വിണ്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവന്റെ ഒരു അഡ്വൈസിങ്. അപ്പൊ ഇവിടെ സ്റ്റേഷനിൽ നമ്മുടെ അരൻസ്കിയെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക. ഇനിയുള്ള സത്യങ്ങളെല്ലാം അവനാണ് പറയേണ്ടത്. അരൻസ്കിയെ പിടിച്ചതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയെ പോലീസുകാർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും തനിക്കുണ്ടായ കുഞ്ഞിനെ അരൻസ്കി കാണുന്നു. പക്ഷെ കുഞ്ഞിനെ കാണിക്കാൻ ഭാര്യ തയ്യാറാവില്ല. ആ അങ്കിൾ ആരാണെന്ന് നമുക്കറിയില്ല മക്കളെ, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് സ്റ്റെല്ല കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ഹീറോ അവന്റെ ഉപയോഗം കഴിഞ്ഞ വണ്ടി തിരികെ എത്തിക്കുക. ഈ ഗ്യാരേജിൽ നിന്ന് ഏതൊക്കെ വണ്ടി അവൻ കൊണ്ടുപോയോ അതെല്ലാം അത്യാസന്ന നിലയിലാണ് അവൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് മെക്കാനിക്ക് പെൺകുട്ടി പറയും, ഇനി നിനക്കൊരു വണ്ടി ഞാൻ ഇവിടുന്ന് തരാൻ പോകുന്നില്ല, നീ ആള് ശരിയല്ലെന്ന്. അപ്പൊ ഹീറോ, നിനക്കത് ശീലമായിക്കോളും, പേടിക്കണ്ട, കാരണം ഈ ഗ്യാരേജിന് ഇനി നീയാണ് ഓണറെന്നും പറഞ്ഞ് ആ ഗ്യാരേജിന്റെ കീയും കൊടുത്ത് ഹീറോയും ജൂലിയയും കൂടി കൈകോർത്ത് പിടിച്ച് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ലാസ്റ്റ് ബുള്ളറ്റ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അടുത്ത പാർട്ട് വന്നിരുന്നെങ്കിൽ സന്തോഷമായേനെ. ഉണ്ടാകുമോ എന്നറിയില്ല, നോക്കാം. കാരണം ഇതിന്റെ പേരിന് ലാസ്റ്റ് ബുള്ളറ്റ് എന്നല്ലേ കഴിഞ്ഞാണാവോ. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറോ കഥ.